മാനവരക്ഷതൻ അടയാളമേ കുരിശേ കുരിശുമരമേ മാനവരക്ഷതൻ അടയാളമേ ഇരുളിൽ കനിവിൻ നാളമായി തെളിഞ്ഞവനെ ഇരുളിൽ കൂരിരുളിൽ കനിവിൻ നാളമായി തെളിഞ്ഞവനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ നോമ്പ് കാലത്തിൻ്റെ പ്രധാനമായിട്ടും വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നു മുതൽ. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്തതാണ് സഭകളുടെയും കൂട്ടായ്മകളുടെയും വ്യക്തി ജീവിതത്തിൻ്റെയും പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന മേഖലയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ കാരണം അതാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്തതാണ്, അതും ക്രൂശിതനായ കർത്താവിനെ പ്രഘോഷിക്കാത്തതാണ്. നമ്മൾ ബൈബിൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 23. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളാകട്ടെ എന്തു ചെയ്യുന്നു? യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വരുന്ന 1, 2, 3 തീയതികളിൽ, ബുധൻ, വ്യാഴം, വെള്ളി തീയതികളിൽ നമുക്ക് ക്രൂശിതനായ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ക്രൂശിൻ്റെ വിലയെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ധ്യാനിക്കുന്ന ഒരു ഓൺലൈൻ ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഏപ്രിൽ മാസം 30-ാം തീയതി മുതൽ 1, 2, 3 തീയതികൾ, മെയ് 1, 2, 3 തീയതികളിൽ താമസിച്ചുള്ള നമ്മുടെ സകല പ്രശ്നങ്ങളും ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെടുവാൻ സഹായിക്കുന്ന ശുശ്രൂഷകളും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി എപ്രകാരം ഈ കാലഘട്ടങ്ങൾ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ നൽകുന്ന ശുശ്രൂഷകൾ, ഒരു താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യനിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ജാഗരണ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം നമ്മൾ രാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് നീക്കി വച്ചിരിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന ഈ മേഖലയിൽ, കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് ഒരുപാട് മനുഷ്യർ അജ്ഞരാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ കുരിശു മുത്തുന്നുണ്ട്, ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നും ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നായി നമ്മൾ കാണുന്നു. കാരണം ഈശോയുടെ കുരിശു വഴി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്കെല്ലാം കടന്നു വന്നിട്ടുണ്ട്. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇല്ല എന്നുള്ളതല്ല, അത്ഭുതം ഈശോ പ്രവർത്തിച്ചു. ഈശോ തന്നെ പറഞ്ഞു, എനിക്ക് മാത്രമല്ല പിശാചിന് പ്രവർത്തിക്കാൻ പറ്റും, ലോകത്തിലെ ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു മനുഷ്യൻ ആരോഗ്യമുള്ളവനും ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടുകയും യഥാർത്ഥ ദൈവസ്നേഹം ലോകത്തിന് പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളിലൂടെയും കടന്നു പോയത്. അല്ലാതെ മനുഷ്യൻ പലപ്പോഴും അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം, അവന് പലപ്പോഴും വലിയ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് കാരണമായി മാറ്റപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എന്നുവെച്ചാൽ അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കുരിശിലാണ് എനിക്ക് മേന്മ ഭാവിക്കാനുള്ളത്.
മറ്റൊന്നിലും മേന്മ ഭാവിക്കാതിരിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തനിക്കുള്ള ആരോഗ്യത്തിൽ, വസ്തുവകകളിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, സമ്പത്തിൽ, കുടുംബ പാരമ്പര്യത്തിൽ ഒന്നിലും എനിക്ക് മേന്മ ഭാവിക്കാൻ ഇല്ല. എനിക്ക് ആകെ മേന്മ ഭാവിക്കാൻ ഉള്ളത് ക്രിസ്തുവിൻ്റെ കുരിശിലാണ്. എന്നിട്ട് പറയുകയാണ്, അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നില്ല. ക്രിസ്തു ചെയ്ത പല കാര്യങ്ങളും പ്രസംഗിക്കപ്പെടുന്നു. ക്രിസ്തു അറിയപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ പേരിൽ പലരും അറിയപ്പെടുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കും, നിൻ്റെ നാമത്തിൽ, കണ്ടോ, അവരോട് പറഞ്ഞ എല്ലാം അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകണം. അപ്പോൾ യേശുവിന് നാമം ഉപയോഗിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ അത് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ആണെന്ന് മാത്രം. എന്നാൽ ക്രിസ്തു അറിയപ്പെടുന്നില്ല. ക്രിസ്തു ഒരിക്കലും പ്രശസ്തനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു ഒരു കാര്യം ചെയ്യുന്നു, താൻ ചെയ്ത ഓരോ പ്രവൃത്തികളും മനുഷ്യകുലത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഈ ആത്മരക്ഷ പ്രാപിക്കാത്തതാണ് മനുഷ്യജീവിതത്തിൻ്റെ പരാജയങ്ങളെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് മനുഷ്യകുലത്തിൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പത്രോസിലേക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സുഖവും സൗഖ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചും കൊണ്ട് കുരിശിലേറി. എന്തിനാണ്? അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയിൽ നീതിയിലല്ല ജീവിതമെങ്കിൽ, ഒരു വ്യക്തി നീതിയിലല്ല ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ആ വ്യക്തി ഇപ്പോഴും ക്രൂശിതനുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. ക്രൂശിതനുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ പാപത്തിന് മരിക്കണം, മരിച്ച് നീതിക്കായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ നീതിക്കായി ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കുരിശുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കാല് കഴുകുക, പെസഹ ആചരിക്കുക, അപ്പം മുറിക്കുക, പുറപ്പാട് മേഖല അനുസ്മരിക്കുക, യേശുവിൻ്റെ പെസഹ അനുസ്മരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ദുഃഖവെള്ളിയാഴ്ചകളിൽ സ്ലിഹോപ്പാത നടത്തുക, കുരിശും ചുമന്നുകൊണ്ട് മലകൾ കയറുക. ഇതൊക്കെ മനുഷ്യന് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കാതെ നാം ഇതെല്ലാം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് സഭകളുടെ തകർച്ച പരാജയങ്ങളുടെ കാരണം. കൂട്ടായ്മകൾ പരാജയപ്പെട്ടത് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നില്ല അവിടെ എങ്ങും. എല്ലാ സഭയുടെ കാര്യമല്ല, സഭയ്ക്കുള്ളിൽ പലരും ചെയ്യുന്നുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്, കൂട്ടായ്മകൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തു നമ്മളെ വിളിച്ചത് ഇത് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്കോസ് സുവിശേഷം 16:15, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താണ് സുവിശേഷം? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സുവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 26 വായിക്കുമ്പോൾ സുവിശേഷത്തിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ മേഖലകൾ ഒരു സുവിശേഷത്തിൽ ധ്യാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സഹോദരരെ, അവിടെ എഴുതിക്കുക,
അബ്രഹാത്തിൻ്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ജെറൂസലേം നിവാസികളും അവരെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവന് ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാക്ഷികളാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്. നാം കേൾക്കുന്ന സുവിശേഷങ്ങളിലെല്ലാം ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പ്രത്യക്ഷപ്പെടൽ ഇതെല്ലാം ഉണ്ടോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, 1 കൊറിന്ത്യസ് 1-ാം വരെ പറയുന്നുണ്ട്, എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. ഞാൻ വാഗുലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിൽ ഒരു കെട്ടുകഥയില്ല, ഒരു കഥകളൊന്നും തന്നെയില്ല. അത് യാഥാർത്ഥ്യമാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം കേൾക്കുമ്പോൾ, ക്രൂശിതനെക്കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. 1 കൊറിന്ത്യസ് 1:18 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. കണ്ടോ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. 2 കൊറിന്ത്യസ് 4:3 പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അപ്പം ക്രിസ്തുവിൻ്റെ സുവിശേഷം പലർക്കും ഇന്ന് എന്താണ് പറയുക, ഒരു അജ്ഞാതമായി കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തി അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, ക്രിസ്തുവിനെ കൊടുക്കുവാൻ, ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ തീരുമാനമെടുക്കുന്നുണ്ടോ, അവരുടെ വ്യക്തി ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയുക, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്നിരിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വായിക്കുന്നു 1 കൊറിന്ത്യസ് 2:8, ഈ ലോകത്തിൻ്റെ അധികാരികൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പിഞ്ചെല്ലാം, ക്രൂശിതൻ്റെ പിന്നാലെ പോകാം, ക്രിസ്തുവിനെ അനുഗമിക്കാം. ഹെബ്രായർ 12:2. അതുകൊണ്ട് വേറെ ആരെയും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് കുരിശു മരണത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗലാത്യർ 5:24 നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു ഭാഗമാണത്. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 2:20 ഒരുപാട് പേർ പറയാറുണ്ട്, പക്ഷേ പല മനുഷ്യരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റും, ഈ വചനം കാണാതറിയാമെങ്കിലും അവരിതുവരെയും ക്രൂശിതരായിട്ടില്ല, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതരായിട്ടില്ല. വചനം കാണാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചും കൊണ്ടുള്ള ജീവിതമാണ്. അപ്പോൾ എന്താ വിശ്വാസം? ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്,
ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിതനായി. ഇനി ഞാൻ രൂപാന്തരപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുകയാണ്. ഞാൻ മരിച്ചുപോയി. ക്രിസ്തു എന്നും ജീവിക്കുന്നത് കൊണ്ട് ആ ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിത രീതി എന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പം ചില ചിന്തയെന്ന് വെച്ചാൽ ക്രിസ്തു എന്ന് പറയുന്നത് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കണം, അനങ്ങാതിരിക്കണം. പ്രിയമുള്ളവരെ, നീതിക്ക് വേണ്ടി നിന്ന കർത്താവ് നമുക്കുണ്ട്. പരിശുദ്ധിക്ക് വിട്ടുവീഴ്ചയില്ലാതെ നിന്ന കർത്താവ് നമുക്കുണ്ട്. സ്നേഹത്തിന് വേണ്ടി നിന്ന കർത്താവ് നമുക്കുണ്ട്. തെറ്റ് കണ്ടാൽ അവിടുന്ന് കൃത്യമായിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും എന്നാൽ തെറ്റുകാരെ ശാസിക്കുകയും ചെയ്ത കർത്താവ് നമുക്കുണ്ട്. എന്നാൽ അവിടുന്ന് കാരുണ്യവാൻ കൂടിയാണ്. അല്ലാതെ തെറ്റ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് അതിനെ അനുകൂലിക്കുന്നൊരു ദൈവമല്ല നമുക്കുള്ളത്. ഒരുപാട് ഒരു ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ കാണാൻ ആഗ്രഹിക്കുക. ആത്മീയരാരും മിണ്ടിയേക്കരുത്, തെറ്റ് കണ്ടാൽ മിണ്ടിയേക്കരുത്, അനങ്ങാതെ അങ്ങ് പൊയ്ക്കോണം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെല്ലാം ക്ഷമിച്ച് അനങ്ങാതെ അങ്ങ് ഇരുന്നോണം. അങ്ങനല്ല. ക്രിസ്തു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്തു നമ്മളോട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരാത്മാവ് നശിക്കുന്നത് കാണുവാൻ സാധ്യമല്ല. ആത്മാക്കളെ നേടുവാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. ക്രിസ്തു അന്ന് ചെയ്ത പ്രവൃത്തികൾ നമ്മിലൂടെ ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളല്ല പ്രഘോഷിക്കപ്പെടുന്നത്, നമ്മളുടെ ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പ്രഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. 1 കൊരിന്ത്യർ 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാനൊരു കാര്യം തീർത്തു പറയട്ടെ. സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തി, അതിൻ്റെ കൂട്ടായ്മയാകുന്ന സഭ അത് ചെയ്തില്ലെങ്കിൽ സഭയ്ക്ക് ദുരിതം, കൂട്ടായ്മകൾക്ക് ദുരിതം, ജീവിതങ്ങൾക്ക് ദുരിതം, വ്യക്തികൾക്ക് ദുരിതം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആരെങ്കിലും ധ്യാനം കൂടിയിട്ട് വചനം കേട്ടിട്ട് പ്രിയമുള്ളവരെ നമ്മൾ ദുരിതത്തിൽ കടക്കരുത്. എനിക്ക് ശുശ്രൂഷകരുടെ ഒരു കാര്യം പറയാനുള്ളത്, ശുശ്രൂഷകൻ സുവിശേഷവും പറയണം. ചിലപ്പോൾ കക്കൂസ് കഴുകേണ്ടി വരും, ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷാലയത്തിലെ പാത്രം കഴുകേണ്ടി വരും, തുടയ്ക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് മാത്രം കൊണ്ട് തീർക്കരുത്. ക്രിസ്തുവിനെ കുറിച്ചുകൂടെ പറയാൻ പഠിക്കണം. സ്റ്റേജിൽ നിൽക്കണമെന്നൊന്നുമില്ല. കാണുന്ന പലരോടും ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പഠിക്കണം. ഇതിന്ന് പലരും ചിന്തിക്കുന്നത് ധ്യാനേന്ദ്രത്തിലെ കക്കൂസ് കഴുകുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും അല്ലെങ്കിൽ പാത്രം കഴുകുന്നതും അതാണ് സുവിശേഷ വിലയെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. മുമ്പൊരിക്കൽ എന്നോട് ഒരു സഹോദരി പറഞ്ഞു, അവർ ആശുപത്രി ജോലി ചെയ്യുന്നവരാണ്. അവർ പറഞ്ഞു, ഞാനിവിടെ ഒരു വലിയ സേവനമാണ് ചെയ്യുന്നത്, ഞാനിവിടെ ഒരു സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ ശമ്പളം മേടിച്ച് ജോലി ചെയ്തിട്ട് രോഗികളെ ശുശ്രൂഷിച്ചിട്ട് സുവിശേഷ വേലയാണെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹൈന്ദവരും മുസ്ലിങ്ങളുമൊക്കെ ഈ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പിന്നെ എന്ത് വേലയാണ് ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം സുവിശേഷ വേല എന്നുള്ള ബാനർ വെച്ച് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ സംതൃപ്തി അടയുക. കുറേ പേർ അങ്ങനെ പോയാൽ മതി എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ ക്രൂശിതനായ കർത്താവിനെ പ്രസംഗിക്കണം. ക്രൂശിതനായ കർത്താവിനെ പ്രസംഗിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാത്ത, ക്രൂശിതനെക്കുറിച്ച് പറയാത്ത ഒരു വ്യക്തി ഇനി ലോകത്ത് എന്തെല്ലാം വലിയ മഹത്തായ കാര്യം ചെയ്താലും, ഒരു വൃദ്ധമന്ദിരം നടത്തിയാലും അനാഥശാല നടത്തിയാലും നിങ്ങളെ സ്വത്ത് മുഴുവൻ നിങ്ങൾ ദാനം ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ പേരിലെല്ലാം ചെയ്യുന്നത്, ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം വെറുതെയാണ്. അതാ ബൈബിൾ പറഞ്ഞത്, എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഞാൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഏറ്റുപറയുന്നവനെയല്ല. സാക്ഷിയൊക്കെ അങ്ങനെ ഫലം ചിന്തിച്ചിരിക്കുന്നത്. എന്നെ ഏറ്റുപറയുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്നാണ്. യേശു ക്രിസ്തു എങ്ങനെയുള്ളവനായിരുന്നു, എന്തിനു വന്നു, എന്തു ചെയ്തു
എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വന്നതുകൊണ്ട് എനിക്കെന്ത് ഉപകാരമുണ്ടായി, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെല്ലാം എൻ്റെ ആത്മാവ് രക്ഷ പ്രാപിച്ചു, എൻ്റെ ശരീരത്തിന് എന്ത് ഉപകാരമുണ്ടായി, മനസ്സിന് എന്ത് ഉപകാരമുണ്ടായി, ജീവിതത്തിന് എന്ത് ഉപകാരമുണ്ടായി. അത് അപ്പോസ്തല പ്രവർത്തനം 16 നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ ആദ്യം ക്രിസ്തുവിൽ ശരിയായി വിശ്വസിക്കണം. ശരിയായി വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെയും കുടുംബത്തിൽ രക്ഷയില്ല എന്ന് തീർത്തു പറയട്ടെ. പല കുടുംബങ്ങളെ അസ്വസ്ഥതയുള്ള കാരണം ചിലർ അവിടെ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, ബാക്കി ആരും സുവിശേഷ വേല ചെയ്യുന്നവരില്ല, എതിരാളികളുണ്ട്. ഇതിൻ്റെ എല്ലാം സ്വന്തം കുടുംബത്തിൽ നടക്കുന്നതിൻ്റെ കാരണം നീ ഇപ്പോഴും ശരിയായ രക്ഷയിലേക്ക് വന്നിട്ടില്ല, വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു വരാം, ഒരു പുതിയ ജീവൻ നയിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. ഈ നോമ്പ് കാലഘട്ടം, പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിൻ്റെ ഈ നാളുകൾ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റുന്ന, ആ കുരിശിന് അർത്ഥം കൊടുക്കുന്ന, ഒരു ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാക്കി എനിക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറി ഒരു പുതു ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, തീരുമാനമെടുക്കാം. നിങ്ങൾ സാധിക്കുന്നവരെല്ലാം തന്നെ രാത്രി 8:30 മുതൽ 10:30 വരെയാണ്. പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് വരേണ്ടതുകൊണ്ടാണ് അത്രയും താമസിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്ന് ദയവായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അതിൻ്റെ ബ്രൗസറുകളൊക്കെ ഞാൻ അടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുക, താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുക. ഈ അന്ത്യകാലത്ത് പ്രശ്നബാധിതമായ ഈ ലോകത്തിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കാൻ അധികം സമയമില്ല. അതിനുവേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊള്ളുക. അല്ലാതെ ഇവിടെ കിടന്ന് നീറിപ്പോകേണ്ടവരല്ല. നമ്മൾ സ്വർഗം സ്വന്തമാക്കേണ്ടവരാണ്, നിത്യത എത്തിച്ചേരേണ്ടവരാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അല്ലാതെ ഇനി നമുക്ക് കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കാനേ സമയങ്ങളുള്ളൂ. ജീവിതം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തീരുമാനമെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക, ഞങ്ങളുടെ ശുശ്രൂഷകളെ സഹായിക്കുക. കർത്താവിൻ്റെ സുവിശേഷ വേല കൂടുതൽ അഭിവൃദ്ധിയോടെ കൂടുതൽ രീതിയിൽ ചെയ്യുവാനുള്ള തക്കവിധമുള്ള മീഡിയ വഴിയും അല്ലാതെയൊക്കെ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെയും പങ്കാളികളാക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ശക്തമായി ഒരുങ്ങുന്ന ഒരു ജീവൻ നയിക്കാൻ തീരുമാനമെടുക്കാം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ ഞങ്ങൾക്കൊന്നും അഭിമാനിക്കാൻ വകയില്ല. സ്വർഗീയപ്പ, അവിടുന്ന് പുത്രനെ അയച്ച് ഞങ്ങളെ ശിക്ഷിക്കാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നാൽ ഇന്നും ശിക്ഷയിലും തകർച്ചയിലും കഴിയുന്നവർ അറിയുന്നില്ല അങ്ങ് രക്ഷിക്കുന്ന കർത്താവാണെന്ന്. അതിനാൽ യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാതെ കഴിയുന്ന ജനത്തോട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടുന്ന ജ്ഞാനം, ആ സ്വർഗീയ അറിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷാകര ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഞങ്ങൾ പൂർത്തിയാക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, യേശുവിൻ്റെ ജനനം മുതൽ കുരിശോളം അത് കഴിഞ്ഞുള്ള സമയങ്ങളിലെല്ലാം ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ക്രിസ്തു ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച അമ്മേ, ഞങ്ങളെ സഹായിക്കണം. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഒഴുകപ്പെടട്ടെ. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കുരിശ് ധ്യാനിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ക്രൂശിതനായ നിൻ തിരുനിണമൊഴുകിയ മണ്ണിലലിഞ്ഞെൻ്റെ കണ്ണുനീരും, ക്രൂശിതനായ നിൻ തിരുനിണമൊഴുകിയ മണ്ണിലലിഞ്ഞെൻ്റെ കണ്ണുനീരും, കാലമറിഞ്ഞ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു പാപി ഞാൻ. കാലമറിഞ്ഞ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു പാപി ഞാൻ. കുരിശേ
രക്ഷതൻ